ഇത്രയും ഫാൻസ് ഉണ്ടായിട്ടും ഹനാൻഷയ്ക്ക് എന്തുകൊണ്ട് നെഗറ്റീവ്സ് ഒന്നും വരാത്തതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ ഹനാൻഷാന്റെ കൺസേർട്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയത് ഐഡിയൽ കോളേജിലെ മാനേജ്മെന്റ് ഫെസ്റ്റിന് ഹനാൻഷ വന്നപ്പോഴാണ്. ഞാനായിരുന്നു ഒരു പ്രോഗ്രാമിന്റെ ആങ്കർ. ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാമല്ലോ. അവരെങ്ങനെ ഡീൽ ചെയ്യണമെന്നും അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് അവരുടെ ഫാൻസിനെ ഇഷ്ടമാണെന്നും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടോ. ഹനാൻഷയും ബെഞ്ചിയും കേപിയും ഈച്ചും ഫാത്തിമയും എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ ഫുൾ ടീം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ പ്രാവശ്യം ആളുകൾ വരുമ്പോൾ അവരെ വിഷമിപ്പിക്കാതെ അവരുടെ കൂടെ ഫോട്ടോ എടുത്ത് അതിനുശേഷം വീണ്ടും പാട്ടുപാടും എല്ലാവരും നന്നായിട്ട് പെരുമാറുന്നത്. അപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഹനാൻഷാന്റെ ഫാൻസ് ആണല്ലോ. ഇപ്പൊ ഇവിടെ പോയി കാണാൻ തിരക്ക് പോലും ഹനാൻഷാന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നതാണ് കേട്ടോ. എന്നിട്ടും ഒരു പ്രശ്നമില്ലാതെ എല്ലാവരും ഒരു ഡീൽ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പ്രിൻസിപ്പൽസിനെ പോലെ നല്ല ഇത്രയും യങ്ങായിട്ടുള്ള ആളുടെ ഐഡിയൽ കോളേജിന്റെ പ്രിൻസിപ്പൽ കണ്ടാൽ തോന്നില്ല. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മാനേജ്മെന്റ് ഇത്ര അടിപൊളിയാക്കാൻ പറ്റി. കാരണം എല്ലാവരും ഭയങ്കര സെറ്റായിട്ട് അങ്ങനെ വൈബായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിനെ ചോദിച്ചറിയോ, എന്നാലും എൻ്റെ ഇവിടെ എനിക്ക് ഹനാൻഷനൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലേ? എന്താണോ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇടങ്ങാറാക്കാന്ന് വിചാരിച്ച് ഞാൻ ഫോട്ടോ ഒന്നും ചോദിച്ചില്ല. അടുത്ത പ്രാവശ്യം നോക്കാല്ലേ. ഹനാൻഷ ഇങ്ങനെ ഫാൻസിനെ കൊണ്ടുനടക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഓരോ പ്രാവശ്യവും ഓരോ പ്രോഗ്രാമിനും ഫാൻസും അതേപോലെ തന്നെ സ്നേഹം തിരിച്ചറിയുന്നതും കാണാൻ വേണ്ടി ഓടി വരുന്നതൊക്കെ.